ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അതുപോലെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ബ്രിക്കും പഠിച്ചു. അടുത്തതിന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ ബ്രിക്ക്. ഓക്കെ, ബ്രിക്കിന് നമ്മൾ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മെയിനായിട്ട് 7 ടെസ്റ്റാണുള്ളത്. അബ്സോർപ്ഷൻ, ക്രഷിംഗ് സ്ട്രെങ്ത്, ഹാർഡ്നെസ്, പ്രസൻസ് ഓഫ് സോളബിൾ സാൾട്ട്സ്, ഷേപ്പ് ആൻഡ് സൈസ്, സൗണ്ട്നെസ്, സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും 7 ടെസ്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ബ്രിക്കിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അബ്സോർപ്ഷൻ. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞ ഏതായിരുന്നു നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പം അബ്സോർപ്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രിക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് നമ്മൾ വെയ്ഡ് ഇറ്റ് ഈസ് വെയ്ഡ് ഡ്രൈ, അതിൻ്റെ ഡ്രൈ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യും, എടുക്കുക. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്രിക്ക് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡ്രൈ വെയിറ്റ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിന് എന്ത് ചെയ്യണം, വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യണം. ഓക്കെ, വാട്ടറിലോട്ട് ഇമേഴ്സ് ചെയ്തു ഫോർ എ പീരീഡ് ഓഫ് 16 hours. 16 hours എന്ത് ചെയ്യണം, വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, വെയിറ്റ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ട് 16 hours ഇമേഴ്സ് ചെയ്തിട്ടുള്ള വെയിറ്റ് ആണ് നമ്മളിപ്പോൾ എടുത്തത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ വെയ്റ്റ്സ്, അതായത് W2 മൈനസ് W1. അപ്പോൾ ഇവിടുത്തെ W2 ആണ്, അതായത് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തപ്പോൾ കിട്ടിയ വെയിറ്റ് W2ഉം ഡ്രൈ വെയിറ്റ് W1 ആണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് W2 മൈനസ് W1 ആയിരിക്കും. ഓക്കെ, ഇനി it is weighed again and difference in weight indicates the amount of water absorbed. So ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, amount of water absorbed ആയിരിക്കും. ആണല്ലോ, എന്തുമാത്രം വാട്ടർ അബ്സോർബ് ചെയ്തു, അതാണ് ഈ W2 മൈനസ് W1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈ ബ്രിക്കിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 20%. എത്രയാണ് ഇതെന്ന് പറയുന്നത്? 20%ൽ കൂടാൻ പാടില്ല ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഡ്രൈ വെയിറ്റ് ഓഫ് ബ്രിക്ക്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 20%ൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസിന് എന്ത് ചെയ്യണം, പെർസെൻറ്റേജിലോട്ടാക്കുക. W2 മൈനസ് W1 ഇൻറ്റു 100 ചെയ്യുക. അതപ്പോൾ എന്തെങ്കിലും നമുക്ക് പെർസെൻറ്റേജ് അബ്സോർപ്ഷൻ കിട്ടും. അതെന്ന് പറയുന്നത് 20%ൽ കൂടാൻ പാടില്ല. പക്ഷേ ഈ 20% പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ കേസിലാണ് ഈ 20%ൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ ഇറ്റ് വാസ് 22%. അല്ലെ, അപ്പൊ ഇതാണ് അബ്സോർപ്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രഷിംഗ് സ്ട്രെങ്ത്. ഓക്കെ, ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് ആണ് അടുത്ത നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രഷിംഗ് സ്ട്രെങ്ത് നോക്കാം നമുക്ക്. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്കിനെ എന്ത് ചെയ്യും, ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലേക്ക് വെക്കുക. ഓക്കെ, ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലേക്ക് വെച്ചു. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യണം, ആ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ഇതിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നു, അതായത് പ്രസ് ചെയ്യുന്നു ടിൽ ഇറ്റ് ബ്രേക്സ്. ഇത് പൊട്ടുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത്, നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്നുള്ളത് മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക്. മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു 35 kilogram per centimeter square. ആൻഡ് ഫോർ സുപ്പീരിയർ ബ്രിക്ക് ആണെങ്കിലോ, സുപ്പീരിയർ ബ്രിക്കിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് മേ വേരി ഫ്രം 70 to 140 kilogram per centimeter square. ഓക്കെ, അപ്പോൾ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 35 kilogram per centimeter square ആണ്. ഇനി സുപ്പീരിയർ ബ്രിക്കിന്റെ കേസിലാണെങ്കിൽ 70 മുതൽ 140 kilogram per centimeter square വരെ എന്ത് ചെയ്യാം, ഇത് വേരി ചെയ്യാം. ഓക്കെ, അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ്നെസ്. മൂന്നാമത്തെ ടെസ്റ്റ് ഏതാണ്, ഹാർഡ്നെസ്. ഓക്കെ, ഹാർഡ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ബ്രിക്കിന്റെ സർഫസിൽ ഒരു സ്ക്രാച്ച് ചെയ്യും. ഓക്കെ, ബ്രിക്കിന്റെ സർഫസിൽ എന്ത് ചെയ്യും, ഞാൻ സ്ക്രാച്ച് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിംഗർ നെയിൽ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിന്റെ സർഫസിൽ സ്ക്രാച്ച് ചെയ്യുന്നു. അപ്പൊ ഇതില് നോ ഇംപ്രഷൻ, ഓക്കെ, നോ ഇംപ്രഷൻ ലെഫ്റ്റ് ഓൺ ദ സർഫസ്. ആ സർഫസിൽ ഒരു ഇംപ്രഷനും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ബ്രിക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, സഫിഷ്യൻലി ഹാർഡ് ആയിരിക്കും.
ഓക്കെ, എന്തായിരിക്കും സഫീഷ്യൻ്റ്ലി ഹാർഡ്. അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ബ്രിക്ക് എടുക്കുക, അതിൽ നെയിൽ കൊണ്ട് ഫിംഗർ നെയിൽ കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഇംപ്രഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രിക്ക് എന്ന് പറയുന്നത് സഫീഷ്യൻ്റ്ലി ഹാർഡാണ്. ഓക്കെ, ഇനി നാലാമത്തെ ടെസ്റ്റ് ചെയ്തായിരുന്നു പ്രസൻസ് ഓഫ് സോളുബിൾ സാൾട്ട്. ഓക്കെ, സോളുബിൾ സാൾട്ട്സിന്റെ പ്രസൻസ് എങ്ങനെ കണ്ടുപിടിക്കും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ സോളുബിൾ സാൾട്ട്സ് ഈ ബ്രിക്കിൽ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ കോസ് എഫ്ലോറസെൻസ്. എന്ത് ഉണ്ടാക്കും, എഫ്ലോറസെൻസ് ഉണ്ടാവാൻ കാരണമാവും ഓൺ ദ സർഫസ് ഓഫ് ബ്രിക്ക്. ഈ സോളുബിൾ സാൾട്ട്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, എഫ്ലോറസെൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രിക്കിൽ എന്താണ് സോളുബിൾ സാൾട്ട്സ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ആ ബ്രിക്കിനെ എന്ത് ചെയ്യണം, 24 hours വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുക. ഓക്കെ, വാട്ടറിൽ 24 hours ഞാൻ എന്ത് ചെയ്തു, ആ ബ്രിക്കിനെ ഇമേഴ്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ പുറത്തെടുത്തിട്ട് ഈ ബ്രിക്കിനെ എന്ത് ചെയ്യണം, പുറത്തെടുത്ത് ഡ്രൈ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് then taken out and allowed to dry in shade. അത് സൺ ഡ്രൈ ചെയ്യണം. എന്നിട്ട് ഇനി നമ്മൾ ഇങ്ങനെ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഡെപ്പോസിറ്റ്, അതാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത് അല്ലെ. ഗ്രേ ഓർ വൈറ്റ് ഡെപ്പോസിറ്റ് ആബ്സെന്റ് ആണെങ്കിൽ സോളബിൾ സാൾട്ട്സ് എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. ഇനി അത് പ്രസന്റ് ആണെങ്കിൽ സോളബിൾ സാൾട്ട്സ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് ദ വൈറ്റ് ഡെപ്പോസിറ്റ്സ് കവർ അബൌട്ട് 10% സർഫസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് സർഫസിന്റെ 10% എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുവാണെങ്കിൽ എന്താണ് പ്രശ്നം, എഫ്ലോറസെൻസ് ഈസ് സെഡ് ടു ബി സ്ലൈറ്റ് എഫ്ലോറസെൻസ് ആണ്, സ്ലൈറ്റ് എഫ്ലോറസെൻസ്. അപ്പോൾ നമ്മുടെ ആദ്യം എന്ത് ചെയ്യണം, ബ്രിക്കിനെ വെള്ളത്തിൽ 24 hours ഇമേഴ്സ് ചെയ്യുക. എന്നിട്ട് അതിനെടുത്ത് ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഡെപ്പോസിറ്റ്സ് ആബ്സെന്റ് ആണെങ്കിൽ എഫ്ലോറസെൻസ് ആബ്സെന്റ് ആണ്, അതായത് സോളബിൾ സാൾട്ട്സ് ആബ്സെന്റ് ആണ്. ഇനി ഇത് പ്രസന്റ് ആണ്, 10% സർഫസിന്റെ 10% ഈ വൈറ്റ് ഡെപ്പോസിറ്റ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, സ്ലൈറ്റ് എഫ്ലോറസെൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി മോഡറേറ്റ് എന്ന് പറയണമെങ്കിലോ, മോഡറേറ്റ് എഫ്ലോറസെൻസ് എന്ന് പറയണമെങ്കിൽ it is said to be efflorescence is said to be considered as moderate when the white deposits cover about 50% of the surface. എന്താണ് 50% of the surface ഈ ഒരു വൈറ്റ് ഡെപ്പോസിറ്റ് കവർ ചെയ്യുകയാണെങ്കിൽ അതിനെ മോഡറേറ്റ് എഫ്ലോറസെൻസ് എന്ന് വിളിക്കും. ഓക്കെ, then if gray or white deposits are found more than 50%, greater than 50% എന്തുണ്ട്, ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് becomes heavy efflorescence എന്ന് വിളിക്കും, ഹെവി എഫ്ലോറസെൻസ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഹെവി എഫ്ലോറസെൻസ് ഉണ്ടെങ്കിൽ അതെന്ന് പറയാൻ നമ്മൾ സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കാരണം ഈ then such deposits are converted into powdery mass. ഓക്കെ, അപ്പൊ പ്രസൻസ് ഓഫ് സോളബിൾ സാൾട്ട്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ ആദ്യം ബ്രിക്ക് എടുക്കുക, പ്രസൻസ് സോളബിൾ സാൾട്ട്സ് പ്രസന്റ് ആണെങ്കിൽ എഫ്ലോറസെൻസ് കാരണമാവും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്രിക്കിനെ 24 hours വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുക. എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്യുക. എന്നിട്ട് അതിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, സോൾബിൾ സാൾട്ട്സ് പ്രസന്റ് ആണെന്ന് അർത്ഥം. ഇനി 10% സർഫസിന്റെ 10% ഈ വൈറ്റ് ഡെപ്പോസിറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് സ്ലൈറ്റ് എഫ്ലോറസെൻസ് ആണ്. 50% ഓഫ് ദ സർഫസ് കവർ ചെയ്തിട്ടുണ്ട് മോഡറേറ്റ് എഫ്ലോറസെൻസ്. ഹെവി എഫ്ലോറസെൻസ് ഗ്രേറ്റർ ദാൻ 50% ഓഫ് ദ സർഫസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഹെവി എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഷേപ്പ് ആൻഡ് സൈസ്. എന്താണ്, ഷേപ്പ് ആൻഡ് സൈസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രിക്ക് ഈസ് ക്ലോസ്ലി ഇൻസ്പെക്റ്റഡ്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രിക്കിനെ അടുത്ത് വെച്ച് എന്ത് ചെയ്യണം, നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ഓഫ് സ്റ്റാൻഡേർഡ് സൈസ്. ബ്രിക്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കണം. ആൻഡ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രൂലി റെക്ടാങ്കുലർ ആയിരിക്കണം. പിന്നെ അതിന്റെ ഷാർപ്പ് എഡ്ജസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രിക്കിനെ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്പെക്ട് ചെയ്തു. അപ്പൊ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അതിലെന്താണ്, എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, അത് ബ്രിക്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് റെക്ടാങ്കുലർ ഷേപ്പ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം, റെക്ടാങ്കുലർ ഷേപ്പ്. പിന്നെ വരുന്നത് ഷാർപ്പ് എഡ്ജസ് ആണോ എന്നും കൂടെ ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇതാണ് ഷേപ്പ് ആൻഡ് സൈസ് എന്നുള്ള ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. ഏതാണ്,
സൗണ്ട്നെസ്. ഓക്കെ, സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രിക്ക് എടുക്കാം. ഓക്കെ, ഇതിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, രണ്ട് ബ്രിക്ക് എടുക്കണം. ഓക്കെ, ഞാൻ എൻ്റെ രണ്ട് ബ്രിക്ക് എടുത്തു. ആൻഡ് ദേ ആർ സ്ട്രക്ക് വിത്ത് ഈച്ച് അതർ. ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, ദേ ആർ സ്ട്രക്ക് വിത്ത് ഈച്ച് അതർ. ഇതിനെ എന്ത് ചെയ്യണം, പരസ്പരം മുട്ടിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ബ്രിക്ക് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബ്രേക്ക്. ഈ ബ്രിക്ക് എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, ബ്രേക്ക് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള റിംഗിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ക്ലിയർ റിംഗിങ് സൗണ്ട് എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്നുള്ള സൗണ്ട് ബ്രിക്ക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ക്ലിയർ ആയിട്ടുള്ള റിംഗിങ് സൗണ്ട് വേണം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്രിക്ക് എടുത്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുവാണ്. ഓക്കെ, അതിനെ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ബ്രിക്കിനെ ഞാൻ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യണം, ഞാൻ എക്സാമിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഹോമോജീനിയസ്. ഓക്കെ, ഹോമോജീനിയസ് ആയിരിക്കണം. പിന്നെ കോമ്പാക്ട് ആൻഡ് ഫ്രീ ഫ്രം ഡിഫക്ട്സ്. അപ്പൊ ഈ ഡിഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെ വരും, ഹോൾസ്, ലംസ്, അതൊക്കെ വരും. ഓക്കെ, അപ്പൊ ഞാൻ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ആ ബ്രിക്കിനെ ഞാൻ ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് ഹോമോജീനിയസ് ആയിരിക്കണം, കോമ്പാക്ട് ആയിരിക്കണം. അതുപോലെ അതിൽ ഡിഫക്ട്സ് ഒന്നും കാണാൻ പാടില്ല. ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്, ഹോൾസും ലംസും ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടെസ്റ്റ് ഫോർ ബ്രിക്കിനകത്ത് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കളർ ഓഫ് ബ്രിക്ക് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കളർ ഓഫ് ബ്രിക്സ്. ഓക്കെ, അപ്പൊ ബ്രിക്കിന് അതിന്റെ കളർ കൊടുക്കുന്നത് അതിനകത്ത് നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കുന്ന ക്ലേക്ക് അകത്തുള്ള പ്രസന്റ് ആയിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് ബ്രിക്കിന് എന്ത് ചെയ്യുന്നത്, ആ ഒരു കളർ കൊടുക്കുന്നത്. ഓക്കെ, ബ്രിക്കിന് സപ്പോസ് ബ്ലാക്ക് കളർ ആണെന്ന് വെക്കാം. ഓക്കെ, ബ്രിക്കിന്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ അതില് ബ്രിക്കിന് ബ്ലാക്ക് കളർ കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാന്ന് ചോദിച്ചാല്, ഏതാണ് ബ്രിക്കിന് ബ്ലാക്ക് കളർ കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ്? മാംഗനീസ്. ഏതാണ്? മാംഗനീസ് ആൻഡ് ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് അയൺ. ഓക്കെ, മാംഗനീസും എന്താണ് അയണിന്റെ ലാർജ് പ്രൊപ്പോർഷനും ആണ് എന്തെന്ന ബ്രിക്കിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത വരുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് ഗ്രീൻ. ഓക്കെ, ബ്രിക്കിന് ബ്ലൂയിഷ് ഗ്രീൻ കളർ കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാല് ആൽക്കലീസ് ആണ്. ആരാണ്? ആൽക്കലീസ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ആ ബ്രിക്കിന് ഞാൻ എന്ത് ചെയ്യണം, ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യണം, ബേൺ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ് റെഡ്. ഓക്കെ, ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ. ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഓർ പർപ്പിൾ കളർ ആരാണ് കൊടുക്കുന്നത്? ലാർജ് എമൗണ്ട്സ് ഓഫ് അയൺ ഓക്സൈഡ്. ആരാണ്? അയൺ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്ന ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളർ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ബ്രൗൺ കളർ. ഓക്കെ, ബ്രൗൺ കളർ കൊടുക്കുന്നത് ലൈം ഇൻ എക്സസ്. ഓക്കെ, എക്സസ് ലൈം പ്രസന്റ് ആണെങ്കിലാണ് ബ്രിക്കിന് ബ്രൗൺ കളർ വരുന്നത്. ഓക്കെ, ഇനി ക്രീം കളർ ആണെങ്കിലോ, ക്രീം കളർ വരണമെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് അയൺ ആൻഡ് ലിറ്റിൽ ലൈം. ഓക്കെ, അയണും ലിറ്റിൽ എമൗണ്ട് ഓഫ് ലൈമും ആണ് ക്രീം കളറിന് കാരണം. ഇനി റെഡ് കളർ, ബ്രിക്കിന് റെഡ് കളർ കൊടുക്കുന്നത് അത് നമുക്ക് അറിയായിരിക്കും, എന്താണ്? അയൺ ഇൻ എക്സസ്. അയൺ എന്ന് പറഞ്ഞാൽ എക്സസ് എമൗണ്ടിൽ ഉണ്ടെങ്കിൽ ബ്രിക്കിന് റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇനി വൈറ്റ് കളർ ആണെങ്കിലോ, പ്യുവർ ക്ലേ ആണെങ്കിൽ ബ്രിക്കിന് എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. ഇനി യെല്ലോ കളർ ആണെങ്കിലോ, യെല്ലോ കളർ ആണെങ്കിൽ അയൺ ആൻഡ് മഗ്നീഷ്യ. ഇതാണ് ബ്രിക്കിന് യെല്ലോ കളർ കൊടുക്കാനായിട്ട് കാരണമാവുന്നത്.
ഓക്കെ. ഇനി ബ്രിക്കിന് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ഇല്ല. ഓക്കെ, എനിക്കിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളർ വേണം. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്ന? ആർട്ടിഫിഷ്യൽ കളറിങ്ങിലോട്ട് നമ്മൾ പോകും. ഓക്കെ, എന്തിലോട്ട് പോകും? ആർട്ടിഫിഷ്യൽ കളറിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ കളറിങ്ങിൽ നമുക്ക് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത്, ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യാം, അഡിഷൻ ഓഫ് കളറിംഗ് മെറ്റീരിയൽ ഈ ഒരു റോ ബ്രിക്കിന്റെ എർത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഡിപ്പിംഗ് ഇൻ കളറിംഗ് മെറ്റീരിയൽ. ഓക്കെ, കളറിംഗ് ലിക്വിഡിലേക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ ബ്രിക്കിനെ എടുത്ത് ഡിപ്പ് ചെയ്യാം. ഇങ്ങനെ 2 രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ബ്രിക്കിലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എനിക്ക് കളറിംഗ് നടത്താം. ഓക്കെ, ഇനി കളറിംഗ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള കളറിംഗ് മെറ്റീരിയൽ അതിന്റെ ബ്രിക്ക് എർത്തിലേക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെത്തേഡിലാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ബ്രിക്ക് എർത്ത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, കളറിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള റിക്വയർഡ് കളർ ഏതാണോ അതിന്റെ കളറിംഗ് മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യും, അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ബ്രിക്സ് പ്രിപ്പയർഡ് ഫ്രം സച്ച് എർത്ത് വിൽ പ്രസന്റ് ദ ഡിസൈർഡ് കളർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു കളറിലുള്ള ബ്രിക്ക് നമുക്ക് കിട്ടും. ഇനി യൂഷ്വലി കളറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, യൂഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കളറിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് അയൺ ഓക്സൈഡ്. ഓക്കെ, യൂഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കളറിംഗ് മെറ്റീരിയൽ ഒന്നെന്ന് പറയുന്നത് അയൺ ഓക്സൈഡ്, ദെൻ മാംഗനീസ്, പിന്നെ ഫ്രഞ്ച് അൾട്രാമറൈൻ. ഈ പേരുകളൊന്ന് പഠിച്ചേക്കുക. ഓക്കെ, ഫ്രഞ്ച് അൾട്രാമൈൻ, ദെൻ ഇന്ത്യൻ റെഡ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കളറിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കളറിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ വെൻ കളറിംഗ് മെറ്റീരിയൽ ഈസ് ചീപ്പ്. കളറിംഗ് മെറ്റീരിയൽ നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ആൻഡ് വെൻ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പ്ലെന്റി. ഓക്കെ, കളറിംഗ് മെറ്റീരിയൽ പ്ലെന്റി ആയിട്ട് അവൈലബിൾ ആണ്, അതുപോലെ അത് ചീപ്പ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫസ്റ്റ് മെത്തേഡ് അഡീഷൻ ഓഫ് കളറിംഗ് മെറ്റീരിയൽ എന്നുള്ള മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പോകും, രണ്ടാമത്തെ മെത്തേഡിലോട്ട് പോകും, അതായത് ഡിപ്പിംഗ് ഇൻ കളറിംഗ് ലിക്വിഡ്. എന്തായിരുന്നു? ഡിപ്പിംഗ് ഇൻ കളറിംഗ് ലിക്വിഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യും, ഒരു എർത്തേൺ വെയർ ബോക്സ് ഉണ്ട്. എന്താണ്? എർത്തേൺ വെയർ ബോക്സ്. ഓക്കെ, ആൻ എർത്തേൺ വെയർ ബോക്സ് വിച്ച് is slightly larger each way than a common brick is taken. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരു കോമൺ ബ്രിക്ക് എന്ന് പറയുന്നതിന്റെ സൈസിനേക്കാളും കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ള സൈസ്, എല്ലാ സൈഡിലേക്കും ലാർജർ ആയിട്ടുള്ള ഒരു സൈസിലുള്ള ഒരു സാധനമാണ് ഈ എർത്തേൺ വെയർ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇറ്റ് ഈസ് ഫിൽഡ് നിയർലി ടു 1/2 ഡെപ്ത് വിത്ത് ലിക്വിഡ്. ഓക്കെ, അതിന്റെ 1/2 എന്ത് ചെയ്യും, ലിക്വിഡ് കൊണ്ട് എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. ഓക്കെ, വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് തിക്ക് പേസ്റ്റ്. അപ്പൊ ഈ ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പേസ്റ്റിന്റെ രൂപത്തിൽ, തിക്ക് പേസ്റ്റിന്റെ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, then bricks to be colored are placed on an iron plate. ഓക്കെ, ആ നമ്മൾ ഒരു ബ്രിക്ക് ഏതിനാണോ നമുക്ക് കളർ ചെയ്യേണ്ടത് അതിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു അയൺ പ്ലേറ്റിലേക്ക് വെക്കുക. ആൻഡ് വിത്ത് എ ഫയർ അണ്ടർനീത്ത്, അതിന്റെ അടിയിൽ എന്ത് കൊടുക്കണം, നമ്മൾ ഫയർ കൊടുക്കണം. then under place they are heated to such an extent that they can be easily handled. നമുക്ക് അതിനെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇതുവരെ എന്ത് ചെയ്യാം, അതിനെ തീ കത്തിക്കുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, ഡിപ്പിംഗ് ഇൻ കളറിംഗ് ലിക്വിഡ് ആണ്. ആദ്യം ഞാനൊരു എർത്തേൺ വെയർ ബോക്സ് എടുത്തു. അതിന്റെ സൈസ് എന്ന് പറയുന്നത് സാധാരണ ബ്രിക്കിന്റെ സൈസിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കണം. എന്നിട്ട് അതിന്റെ 1/2 ഡെപ്തിൽ ലിക്വിഡ് കൊണ്ട് ഫില്ല് ചെയ്യുക ഇൻ ദ ഫോം ഓഫ് തിക്ക് പേസ്റ്റ്. എന്നിട്ട് ബ്രിക്ക്, നമുക്ക് ഏതാണോ ബ്രിക്ക് നമുക്ക് കളർ ചെയ്യേണ്ടത് അതിന് ഞാൻ ഒരു അയൺ പ്ലേറ്റിലേക്ക് വെച്ചു. എന്നിട്ട് അതിന്റെ അടിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ഹീറ്റഡ് ടു സച്ച് ആൻ എക്സ്റ്റെന്റ് ദാറ്റ് ദേ ക്യാൻ ബി ഈസിലി ഹാൻഡിൽഡ്. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സമയം നമുക്ക് 1 ബ്രിക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. 1 ബ്രിക്ക് ഈസ് ടേക്കൺ അറ്റ് എ ടൈം ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ടു സ്റ്റേ ഫോർ ഫ്യൂ സെക്കൻഡ്സ് ഇൻ ദ ബോക്സ്. എന്നിട്ട് എന്താണ്, അതിനെ ഈ ബോക്സിൽ എന്താണ് ഫ്യൂ സെക്കൻഡ്സ്, അപ്പോൾ ഒരു ബ്രിക്ക് എടുത്തു, എന്നിട്ട് അതിനെ ഈ ബോക്സിനകത്ത് കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യുക, ഫ്യൂ സെക്കൻഡ്സ് വെച്ചേക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദെൻ പ്ലേസ്ഡ് ഓൺ എ ടേബിൾ ടു ഡ്രൈ. എന്നിട്ട് അതിനെടുത്ത് എന്ത് ചെയ്യണം, ഒരു ടേബിളിലേക്ക് എന്ത് ചെയ്യാൻ, ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. ഓക്കെ അല്ലേ?
ജസ്റ്റ് ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ദേ ആർ ക്ലീൻഡ്. ഓക്കെ, പെട്ടെന്നൊക്കെ എന്ത് ചെയ്യും, ഇത് ഡ്രൈ ആവും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ ക്ലീൻ ചെയ്യുക വിത്ത് കോൾഡ് വാട്ടർ ആൻഡ് പ്ലേസ് സൈഡ് ടു ഡ്രൈ. ഓക്കെ, കോൾഡ് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യുക, എന്നിട്ട് അതിനെ വീണ്ടും എടുത്ത് സൈഡിലെടുത്ത് ഉണങ്ങാനായിട്ട് വെക്കുക. ഇതാണ് ഡിപ്പിംഗ് ഇൻ കളറിംഗ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കളറിംഗ് ലിക്വിഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, കളറിംഗ് ലിക്വിഡ് നമ്മൾ എങ്ങനെ ഫോം ചെയ്യുന്നത്, ബൈ അഡീഷൻ ഓഫ് കളറിംഗ് മെറ്റീരിയൽ. എനിക്ക് എന്തുണ്ട്, കളറിംഗ് മെറ്റീരിയൽ ഉണ്ട് അല്ലേ. കളറിംഗ് മെറ്റീരിയലിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു ബൈ അഡീഷൻ ഓഫ് കളറിംഗ് മെറ്റീരിയൽ ടു എ മിക്സ്ചർ ഓഫ്, എന്താണ്, എന്തിന്റെ മിക്സ്ചർ ആണ്, മിക്സ്ചർ ഓഫ് ലിൻസീഡ് ഓയിൽ, പിന്നെ ലിതറേജ് ആൻഡ് ടർപ്പൻറ്റൈൻ. ഓക്കെ, ഇതിന്റെ മിക്സ്ചറിലേക്ക് എന്ത് ചെയ്യും, ഞാൻ ഈ കളറിംഗ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് എനിക്ക് കളറിംഗ് ലിക്വിഡ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ കളറിംഗ് മെറ്റീരിയൽ നമ്മൾ എങ്ങനെ കളറിംഗ് ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ബൈ അഡീഷൻ ഓഫ് കളറിംഗ് മെറ്റീരിയൽ ടു ദ മിക്സ്ചർ ഓഫ് ലിൻസീഡ് ഓയിൽ, ലിതറേജ് ആൻഡ് ടർപ്പൻറ്റൈൻ. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ, bricks which are colored by this method do not lose their color. എന്താണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ്, do not lose their color. ഓക്കെ, അതിന്റെ കളർ എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തില്ല, ലോസ് ആവത്തില്ല. അതെന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് do not lose their color when exposed to atmosphere. അറ്റ്മോസ്ഫിയറിലോട്ട് എക്സ്പോസ് ആയാലും ഇതിന്റെ കളർ എന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. ഓക്കെ, ഇനി ഇത് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ എക്സ്പെൻസീവ് കളേഴ്സ്. എക്സ്പെൻസീവ് കളേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് എ വെറൈറ്റി ഓഫ് കളേഴ്സ് ചീപ്ലി ആൻഡ് ഈസിലി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. എന്ത് ഡെവലപ്പ് ചെയ്യാം, എ വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയാണ്, ചീപ്പായിട്ട്, അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പെനട്രേഷൻ ഓഫ് കളർ ആൻഡ് ലിക്വിഡ് ഇൻ എ ഓർഡിനറി ബ്രിക്ക് ഈസ് എബൌട്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് പഠിച്ചോ. എന്താണ് പെനട്രേഷൻ ഓഫ് കളറിംഗ് ലിക്വിഡ് in ordinary bricks is about എത്രയാണ്, 3 mm or so. ഓക്കെ, 3 mm ആണ് നമ്മുടെ പെനട്രേഷൻ എന്ന് പറയുന്നത്. എത്രയാണ്, 3 mm. ഓക്കെ, അപ്പൊ പെനട്രേഷൻ ഓഫ് കളർ ആൻഡ് ലിക്വിഡ് ഇൻ an ordinary brick എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് 3 mm ആണ്. ഇനി ദിസ് മെത്തേഡ് can also be used for brick walls which are already constructed. ഇത് നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബ്രിക്ക് വാൾസിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വാൾ സർഫസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കെയർഫുള്ളി ക്ലീൻഡ് കളറിംഗ് ലിക്വിഡ് ഈസ് സ്ലൈറ്റ്ലി ഹീറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ദെൻ അപ്ലൈഡ് ഓൺ വാൾ സർഫസ് വിത്ത് എ ബ്രഷ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കളറിംഗ് എന്ന് പറയുന്നത്. കളറിംഗ് മെറ്റീരിയൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബ്രിക്കിന് ആർട്ടിഫിഷ്യൽ കളറിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ കളറിംഗ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ഡിപ്പിംഗ് ഇൻ കളറിംഗ് ലിക്വിഡ്. അപ്പൊ ഈ കളറിംഗ് ലിക്വിഡ് ഉണ്ടാക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ കളറിംഗ് മെറ്റീരിയലിനെ ഞാൻ എന്തിലേക്ക്, മിക്സ്ചർ ഓഫ് ലിൻസീഡ് ഓയിൽ, ലിതറേജ്, ടർപ്പൻറ്റൈൻ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ടാണ് ഞാൻ കളറിംഗ് ലിക്വിഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത്. ഇനി ആ ഡെപ്ത് ഓഫ് പെനട്രേഷൻ അറിഞ്ഞിരിക്കുക, എത്രയാണ് അതെന്ന് പറയുന്നത് 3 mm ആണ്. ഓക്കെ, അതുകൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.